ഉപരിതലത്തിനോട് അടുത്ത് വസിക്കുന്ന കൊച്ചു മീനുകൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ചാള കാറ്റഗറിയിൽ വരുന്ന മീനാണ്. ചാളമത്തി മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമായതുകൊണ്ട് ഉപരിതല വിഭാഗത്തിൽ വരുന്ന സ്മോൾ പെലാജിക് വിഭാഗത്തിൽ പെടുന്ന മത്സ്യമാണ് ചാള. ഇനി ഈ ഹൈഡ്രോ കാർബൺസ് സമുദ്രജലത്തിൽ കൂടുതൽ കാലം നിലനിൽക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി അതിനുണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് ഒക്കെ കണ്ടൽക്കാടുകൾ പോലെയുള്ള ബ്ലൂ കാർബൺ ഇക്കോസിസ്റ്റത്തിലും അതിന്റെ ആവാസ വ്യവസ്ഥകളിലും പ്രതിഫലിക്കാറുണ്ട്. പക്ഷെ കടലിൽ പോയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ കരയിൽ നിന്ന് പോകുന്ന പ്ലാസ്റ്റിക്കുകളുടെ അത്രയും ഇല്ലാത്തത് കൊണ്ട് അത് സാരമായിട്ടൊരു ഇപ്പോൾ തന്നെ മത്സ്യബന്ധന മേഖലയ്ക്ക്, ചെറുകിട മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയൊരു തിരിച്ചടി നൽകുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഈ സമയത്ത് അവർ വളരെ ആക്റ്റീവായിട്ട് ഫിഷിങ്ങിൽ ഇൻവോൾവ് ആവുന്ന ഒരു ടൈമാണ്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് ആണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. നമസ്കാരം. കൊച്ചിയിലെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളും അതുപോലെ ഒരുപാട് വ്യാജ വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. പ്രധാനമായും ഇപ്പൊ ലഭിക്കുന്ന കടൽ മത്സ്യം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിൽ പ്രചാരണം എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോ ലഭിക്കുന്ന മീൻ കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ഓക്കെ, നമ്മള് ഇത്തരമൊരു പ്രശ്നം ഉടലെടുക്കുമ്പോൾ ആദ്യം ഈ മേഖലയിൽ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് മാനേജ്മെന്റ് മെഷേഴ്സ് എടുക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് മാനേജ്മെന്റ് മെഷേഴ്സ് എടുക്കും. കപ്പൽ ഛേദം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ കപ്പൽ ഛേദവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കപ്പലിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കപ്പലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം കടലിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാകും അതിന് സോഴ്സിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റ് പ്ലാൻ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഇൻഫർമേഷൻ പോകുക കോസ്റ്റ് ഗാർഡിനായിരിക്കും. കോസ്റ്റ് ഗാർഡായിട്ട് ബന്ധപ്പെട്ട് മറ്റ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് യൂണിറ്റ്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് യൂണിറ്റ് അവരെല്ലാം ആക്റ്റീവായി. അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ട വസ്തുത, ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കപ്പൽ ഛേദം നടക്കുമ്പോൾ കപ്പലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാലിന്യങ്ങളാണ് കടലിലേക്ക് വരാൻ സാധ്യതയുള്ളത്. ഈ കണ്ടെയ്നറുകൾ, ഒരു കണ്ടെയ്നർ കപ്പൽ, ഒരു ചരക്ക് കപ്പലായതുകൊണ്ട് എന്തൊക്കെ ചരക്കുകളാണ് ഈ കപ്പലിലൂടെ നീക്കം ചെയ്തുകൊണ്ടിരുന്നത്, ആ ഇൻഫർമേഷൻ നമുക്ക് അവരുടെ ലോജിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതിൽ കുറേയധികം ഒഴിഞ്ഞ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു, കുറേയധികം അസംസ്കൃത വസ്തുക്കളുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എപ്പോഴും ഒരു റിഫൈൻഡ് ഓയിലിന്റെ പോസിബിലിറ്റി ഓയിൽ സ്പില്ലേജ് ആയിട്ട് ബന്ധപ്പെട്ട് വരാനും സാധ്യതയുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പം അതിൽ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടെന്നാണ് ഇപ്പം വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് വരുന്നതെങ്കിൽ അത് പെട്ടെന്ന് അസെറ്റിലായിട്ട് ഫോം ചെയ്ത് വെള്ളവുമായിട്ട് കോൺടാക്ട് ചെയ്ത് വന്ന് കഴിയുമ്പോൾ അത് പുറത്തേക്ക് പോകും. ഇനി നമ്മൾ ഇത് കടലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യമാണ്. ഇപ്പൊ മാർക്കറ്റിൽ നിലവിലുള്ള മീനുകൾ ഈ ഭാഗത്തുള്ള അസംസ്കൃത വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് കലർന്ന മീനുകളാണോ എന്നുള്ളതാണ് ചോദ്യം. കടലിലുള്ള മീൻ കരയ്ക്ക് വരണമെങ്കിൽ മത്സ്യബന്ധനം സാധ്യമാകണം. അപ്പോ ഇൻക്ലിമെന്റ് വെതർ, അതായത് കാലാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് ഓൾറെഡി മത്സ്യബന്ധനത്തിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുകിട മത്സ്യബന്ധനം പോലും ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് ഈ സംഭവത്തിന് ശേഷവും കണ്ടെയ്നറുകളും മത്സ്യബന്ധന യാനങ്ങളും തമ്മിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഏകദേശം നമ്മളല്ല, സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. അവരൊരു സ്റ്റാറ്റ്യൂട്ടറി വാർണിങ്ങിലൂടെ ഇതെല്ലാം തൽക്കാലത്തേക്ക് മത്സ്യബന്ധനം ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മത്സ്യം ഈ ഭാഗത്തു നിന്ന് വരുന്നതല്ല, മറ്റു പല ഭാഗങ്ങളിൽ നിന്നും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. പിന്നെ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മലയാളികൾ കുറച്ചധികം ബോധപൂർവമായിട്ട് ഇടപെടും. പക്ഷെ അത് അന്നന്ന് കച്ചവടം ചെയ്യുന്ന ആളുകളെ ബാധിക്കും. അവർക്കും അറിയാം. പിന്നെ മാത്രമല്ല, മത്സ്യത്തിന്റെ വരവിലും ഒരു കുറവുണ്ടായിട്ടുണ്ട്. കാരണം മത്സ്യബന്ധനം തീരെ നടക്കുന്നില്ലല്ലോ. എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ മാർക്കറ്റിലും മീനിന്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. ഉള്ള മീനുകൾക്ക് അത്യാവശ്യം വില കയറാനുള്ള സാധ്യതയും ഞാൻ കാണുന്നു. ഈ അപകടത്തിന് ശേഷം ആ പ്രദേശത്ത് വെള്ളം, അതല്ലെങ്കിൽ മത്സ്യത്തിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത്, ഏതെങ്കിലും നിലയ്ക്ക് ഒരു അപകട സാഹചര്യം ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തിയിരുന്നു? ഓക്കെ, നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു സാമ്പിളിങ്ങിന് പോകാനുള്ള ഒരു സജ്ജമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ അന്വേഷിക്കുക ഏത് പോയിന്റിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ അന്വേഷിക്കുക. അപകടം നടന്ന പോയിന്റിൽ നിന്ന് മാലിന്യ വസ്തുക്കൾ കടലിൽ കലരുകയാണെങ്കിൽ ഏത് ദിശയിലേക്കാണ് ഇത് ഒഴുകി പോവുക എന്ന് നമുക്കറിയണം. ഇത് എങ്ങോട്ടാണ് ഒഴുകി പോകുക എന്നറിയാനായിട്ട് നമുക്ക് കാറ്റും മറ്റ് ഫിസിക്കൽ ഫോഴ്സിങ്ങും എന്തൊക്കെയാണ് ഇതിന് ഈ വസ്തുക്കൾ ഒഴുകാനായിട്ട് സഹായിക്കുന്നത്, കാറ്റ്, കറണ്ട്. ഇനി കടലിൽ ഉണ്ടാകുന്ന ഒഴുക്ക്, അത് രണ്ട് തരം കാര്യങ്ങളാണ് പ്രത്യേകം അതിനെ ഗവേൺ ചെയ്യുന്നത്. നമുക്ക് നോർമലി കാണപ്പെടുന്ന തീരപ്രദേശത്തുള്ള കോസ്റ്റൽ കറൻസ് എന്ന് പറയുന്ന തീരപ്രദേശത്തുള്ള ഒഴുക്കും, അതുകൂടാണ്ട് സെമി ഡയോണൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ദിവസം 2 ഹൈ ടൈഡും 2 ലോ ടൈഡും ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് വരുന്ന വേലിയേറ്റവും വേലിയിറക്കുന്നതും നമ്മൾ പറയുന്നത്. അപ്പം തെക്കോട്ടും തെക്ക് പടിഞ്ഞാറുമായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള
ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ തെക്കോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അതേസമയം തെക്ക് പടിഞ്ഞാറായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ സോഴ്സിൽ നിന്ന് ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ ശാസ്ത്രീയ ഗവേഷണ ഇതിന്റെ ഭാഗമായിട്ട് സോഴ്സിൽ നിന്ന് തെക്കോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്തും കുറച്ച് വടക്കോട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് വടക്കോട്ടും മാറിയിട്ട് നമ്മുടെ ടീമുകളെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് പല സ്റ്റേഷൻസിൽ നിന്നും സാമ്പിൾസ് എടുക്കുകയുണ്ടായി. പിന്നെ സോഴ്സിൽ നിന്ന് ഏകദേശം തീരപ്രദേശത്തേക്ക് വരാനായിട്ട് 42 മണിക്കൂറാണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് ഡയറക്ടർ ബാലകൃഷ്ണൻ നായർ സൂചിപ്പിച്ചത്. ഹൈദരാബാദിലുള്ള ഈ സ്ഥാപനമാണ് കടലിലുള്ള ഇത്തരം ഓപ്പറേഷണൽ അഡ്വൈസറീസ് നൽകുന്നത്. ഒരു സംഭവം ഓയിൽ സ്പിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ സ്പില്ലിന്റെ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസറീസ് നൽകുന്ന സ്ഥാപനമാണ് ഇൻകോയ്സ്. അപ്പം ഇൻകോയ്സും ഇങ്ങനെയാണ് സൂചിപ്പിച്ചത്, തെക്ക് പടിഞ്ഞാറൻ ദിശയിലേക്കായിരിക്കും ഇതിന്റെ ഒഴുക്ക് കാര്യമായിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാമ്പിളിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഈ ഭാഗത്ത് കാര്യങ്ങൾ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചു എന്ന് വേണം കരുതാനായിട്ട്. കാരണം അസംസ്കൃത വസ്തുക്കളുടെ അളവ് കരപ്രദേശത്ത് എത്തിച്ചേർന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഒരു വലിയ കപ്പൽ മുങ്ങുമ്പോൾ അതിൽ ഇത്രയധികം സാമഗ്രികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിലും കൂടുതൽ നമ്മുടെ ആശങ്കകൾ കാണിച്ച മാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ കടൽ തീരത്തേക്ക് വന്നേക്കാമായിരുന്നു. പക്ഷെ അത് കൂടുതൽ കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചു എന്ന് വേണം കരുതാനായിട്ട്. നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കൂടുതൽ റിട്രീവ് ചെയ്യാനുണ്ട്. സോഴ്സിൽ കൂടുതൽ ഊർജിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതനുസരിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ എന്തൊക്കെ നടപടികൾ വേണ്ടിവരുമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കപ്പലിനുള്ളിലുള്ള കണ്ടെയ്നറുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട ചർച്ചകളും വാർത്തകളൊക്കെ വരുന്നതും അറിയിപ്പുകളൊക്കെ ലഭിക്കുന്നത്. അത് തീരത്തേക്ക് അടിയുന്നുണ്ട്, അതിന്റെ ഗൗരവം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതേ ഘട്ടത്തിൽ തന്നെ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഓയിൽ എന്നുള്ളത് കൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പോ ഈ ഓയിൽ ലീക്കേജ് ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ അത് ഈ മത്സ്യസമ്പത്തിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത്? നമ്മൾ ഓയിൽ ലീക്കേജ് വളരെ കുറഞ്ഞ തോതിലാണ് വരുന്നതെങ്കിൽ അത് കുറേയധികം ബാഷ്പീകരണം സംഭവിച്ചു പോകും. അല്ലാത്തത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിഫൈൻഡ് ഓയിൽ കൂടുതലും ഡെൻസിറ്റി കുറവായതുകൊണ്ട് കടൽവെള്ളത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ടും റിഫൈൻഡ് ഓയിൽ അതിന്റെ മേലെ ഒരു പാടമായിരിക്കും എണ്ണപ്പാട പോലെ ആയിരിക്കും നിൽക്കുക. ആ എണ്ണപ്പാട പലവിധ പ്രവർത്തനങ്ങളിൽ അത് തന്നെ ബാഷ്പീകരിച്ചൊക്കെ പോകാനുള്ള ഒരു അവസരം അതിനുണ്ട്. ഇനി അങ്ങനെ ബാഷ്പീകരിക്കപ്പെട്ട് പോയില്ലെങ്കിൽ ഇത് വന്ന് തീരത്തോട് വന്നു ചേരുമ്പോൾ ആ തീരപ്രദേശങ്ങളിൽ വലിയ മത്സ്യങ്ങളൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കാണുമ്പോൾ ആ ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉപരിതലത്തിൽ വസിക്കുന്ന കൂടുതൽ ചെറു മത്സ്യങ്ങൾക്കൊക്കെ ഇത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതോടൊപ്പം തന്നെ ആവാസ വ്യവസ്ഥയിൽ സെഡൻഡറി ആയിട്ട് നിൽക്കുന്ന, അതായത് മൂവ്മെന്റ് ഇല്ലാതെ നിൽക്കുന്ന ചില വസ്തുക്കളൊക്കെ ഉണ്ട്. അതായത് കക്ക, കല്ലുമ്മക്കായ, കടൽ സീവീഡ്, കടൽപ്പായൽ, സീ ഗ്രാസസ്, കടൽപ്പുല്ല്, അങ്ങനെയൊക്കെ പല വിഭാഗങ്ങളിൽ പെടുന്ന ജീവികളുണ്ട്. ഈ ജീവികളൊക്കെ ഇത് സാരമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, ഇതൊരു സ്മോദറിങ് പ്രോസസ് ആണെങ്കിൽ. ഇനി ഈ ഹൈഡ്രോ കാർബൺസ് സമുദ്രജലത്തിൽ കൂടുതൽ കാലം നിലനിൽക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി അതിനുണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് ഒക്കെ കണ്ടൽക്കാടുകൾ പോലെയുള്ള ബ്ലൂ കാർബൺ ഇക്കോസിസ്റ്റത്തിലും അതിന്റെ ആവാസ വ്യവസ്ഥകളിലും പ്രതിഫലിക്കാറുണ്ട്. ഇപ്പോ 2020 മൗറീഷ്യസിൽ നടന്ന കപ്പൽ ഛേദത്തിന്റെ ഭാഗമായിട്ട് അന്ന് അവിടെ ഉണ്ടായ ഓയിൽ സ്പില്ലേജസിൽ നിന്ന് വന്ന ഹൈഡ്രോ കാർബൺസിന്റെ ഇമ്പാക്ട്സിന്റെ സിഗ്നൽസ് 3 വർഷത്തിനിപ്പുറം നടത്തിയ സാമ്പിളിംഗിൽ കൂടെ പ്രതിഫലിച്ച് കാണപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത്തരം ലോങ് ടേം സ്റ്റഡീസും മോണിറ്ററിങ്ങും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമാണ്. ഓക്കെ, ഏകദേശം എത്ര സമയം വേണ്ടിവരും ഇതിന്റെ ഒരു പൂർണ്ണമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ളത്? അത് തീർച്ചയായിട്ടും എത്രമാത്രം ക്വാണ്ടിറ്റിയും ഇതിന്റെ ഗൗരവം ഏത് ക്വാളിറ്റിയിലുമാണ് ഈ സംഭവങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എത്ര കാലത്തേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട്. നമ്മള് മാക്സിമം നോർമലി ഒരു കപ്പൽ ഛേദം സംഭവിക്കുമ്പോൾ കപ്പലിലുള്ള ഗുഡ്സ് റിട്രീവ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കപ്പൽ കമ്പനിക്ക് ഉണ്ടാവുക അതിലെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. എത്രമാത്രം തുകയ്ക്കാണ് മിക്കവാറും ഇവരൊക്കെ വളരെ ഹെവി ഇൻഷുറൻസിൽ പോകുന്ന സാധനങ്ങളായിരിക്കും. അപ്പം ഇങ്ങനൊരു സംഭവം വന്നാലും അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് അത് സെറ്റിൽ ചെയ്യാനായിരിക്കും അവർക്ക് താല്പര്യം. പക്ഷെ അതല്ലാതെ ഇത് പിന്നെ അതുണ്ടാക്കുന്ന ഇക്കോളജിക്കൽ ഇമ്പാക്ട്സ്, ഇപ്പം നമ്മൾ വളരെ ഇതിൽ ആക്റ്റീവാന്ന് ഇതിനകം കമ്പനിക്ക് മനസ്സിലായി കാണും. കാരണം അത്രയധികം ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയും ഒരു ഇക്കോളജിക്കൽ ഡാമേജ് ഈ ഭാഗത്ത് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കില്ല. ശാസ്ത്രീയമായിട്ടും നമ്മൾ സാമ്പിളിങ്സും മറ്റു കാര്യങ്ങളും നടത്തുന്നതുകൊണ്ട് കമ്പനിക്കറിയാം ഇതിന്റെ ഇക്കോളജിക്കൽ ഡാമേജും കൂടുതലായിരിക്കും. ആ ഇക്കോളജിക്കൽ ഡാമേജിനും ഒരു പരിധിവരെ ഉത്തരം പറയേണ്ട ബാധ്യത ആ കമ്പനിക്ക് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ മാക്സിമം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്യാനും അവരുടെ ഭാഗത്തു നിന്ന് അത് ഒഴിവാക്കി പോകാനും അവരും ശ്രമിക്കും. അപ്പം അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീരപ്രദേശത്തേക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള കണ്ടെയ്നേഴ്സ് എല്ലാം തന്നെ കൂടുതലും ഒഴിഞ്ഞ കണ്ടെയ്നേഴ്സും മറ്റ്
അത്രയധികം ഉം. പ്രശ്നമില്ലാത്ത അസംസ്കൃത വസ്തുക്കളുമാണ്. പ്ലാസ്റ്റിക്കായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കടലിൽ പോയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ കരയിൽ നിന്ന് പോകുന്ന പ്ലാസ്റ്റിക്കുകളുടെ അത്രയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് സാരമായിട്ടൊരു വ്യത്യാസം കടലിന്റെ സ്ട്രക്ചറിനും ഫംഗ്ഷനും ഉണ്ടാക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഈ പ്രദേശത്തേക്കുള്ള ഇനിയൊരു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ രീതി എങ്ങനെയായിരിക്കും? കാരണം മത്സ്യത്തൊഴിലാളികൾ ഈ പരിസരത്ത് പോവുകയും ഇവിടുന്ന് മത്സ്യം പിടിക്കാൻ പാകത്തിലാകുന്ന ഒരു സാഹചര്യം ഒരുക്കാനുള്ള ഒരു സംവിധാനം എങ്ങനെയായിരിക്കും എന്നത്? അത് ഉം, ഏഹ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അറിയേണ്ടത് എത്രത്തോളം ക്വാണ്ടിറ്റി കടൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് മിക്സ് ചെയ്യപ്പെട്ടു എന്ന് വേണം അറിയാനായിട്ട്. അത് ഏതൊക്കെ അസംസ്കൃത വസ്തുക്കളാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മീനിനെയോ അത് കഴിക്കുന്ന മീനിനെ കഴിച്ചാൽ മനുഷ്യനുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെയോ പഠിച്ചതിന് ശേഷം മാത്രമാണ് നമുക്കത് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പം കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം നമ്മൾ ശ്രമിക്കുന്നത് ആവാസ വ്യവസ്ഥ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അല്ലെങ്കിൽ ഇതിന്റെ ദീർഘകാലം അടിസ്ഥാനത്തില് ഇത് എക്കോസിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മാർക്കറ്റിൽ വരുന്ന മത്സ്യത്തിന്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങൾ അതൊക്കെ പഠിക്കാനായിട്ട് തരുന്ന സ്ഥാപനമുണ്ട്. നമ്മുടെ CAFT എന്ന് പറഞ്ഞ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്നുള്ള സ്ഥാപനമുണ്ട്. ഡൊമസ്റ്റിക് മാർക്കറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിഫാറ്റ് പഠിക്കുന്നുണ്ട്. പിന്നെ മത്സ്യം എപ്പോഴും ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന അധികാര പരിധിയിൽ വരുന്ന വിഷയമായതുകൊണ്ട് സംസ്ഥാന സർക്കാരും ഇവരെല്ലാം കൈകോർത്തുകൊണ്ട് തന്നെയായിരിക്കും ഈ വിഷയത്തിൽ ഇടപെടുക. ഇപ്പൊ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നടപടി വേണമെന്നുള്ള ഒരു ഫൈനൽ ഉത്തരവ് പുറപ്പെടുവിക്കുക കേരള സർക്കാർ തന്നെയായിരിക്കും. അപ്പോ അതിന് വേണ്ടുന്ന ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ നമ്മള് കൊടുക്കുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല നമ്മള് ആഗോളതലത്തില് നമ്മള് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ഉള്ളൊരു സൂചന കൊടുക്കുന്നതിനേക്കാളുപരി ഇവിടുത്തെ പ്രശ്നങ്ങൾ നമ്മള് വളരെ സാങ്കേതികമായിട്ട് തരണം ചെയ്തു എന്ന് കൊടുക്കുന്ന വാർത്തകളായിരിക്കും മത്സ്യബന്ധന മേഖലയ്ക്കും കൂടുതൽ ഊർജ്ജം പകരുക. നമുക്കെന്തായാലും ശാസ്ത്രീയമായിട്ട് ഇതിനെ വിശകലനം ചെയ്യാം. ശാസ്ത്രീയ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തില് നമ്മള് കൂടുതലായിട്ട് എന്തെങ്കിലും പ്രതിരോധ മാർഗ്ഗങ്ങൾ തീർക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് തീർപ്പ് വരുത്താം. അതിന്റെ അടിസ്ഥാനത്തില് ശാസ്ത്രീയമായിട്ട് ഇതിനെ എങ്ങനെ എങ്ങനെ നേരിടണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ആ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ചിലപ്പോൾ 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ആ ആ കാലതാമസം വരും. കാലതാമസം മാത്രം നമുക്ക് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ അതിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കാം. ഉം. അതിനുശേഷം മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെങ്കില് അവരെ മത്സ്യബന്ധനത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്ക് ഉം. സാധിക്കും. പക്ഷേ ഇത് ഇപ്പോൾ തന്നെ മത്സ്യബന്ധന മേഖലയ്ക്ക് ചെറുകിട മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയൊരു തിരിച്ചടി നൽകുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഈ സമയത്ത് അവര് വളരെ ആക്റ്റീവായിട്ട് ഫിഷിംഗിൽ അതെ. ഇൻവോൾവ് ആവുന്ന ഒരു ടൈമാണ്. അത് മാത്രമല്ല മത്സ്യങ്ങളുടെ പ്രജനന കാലമാണ്. സൗത്ത് വെസ്റ്റ് മൺസൂണോട് ചേർന്നാണ് ഫിസിയോളജിക്കലി പല മത്സ്യങ്ങളും ആക്റ്റീവ് ആവുന്നത്. ഇക്കൊല്ലം നമ്മള് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഉൽപാദനം പ്രതീക്ഷിച്ചു. നല്ല വേനൽ മഴ, മൺസൂൺ നേരത്തെ വന്നു. ഇതെല്ലാം കൂടിച്ചേർന്ന് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം വലിപ്പം വെക്കാത്ത മത്തി ഈ വർഷം വലിപ്പം വെക്കുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അപ്പോൾ മത്തിയുടെ കൂടുതൽ പ്രൊഡക്ഷൻ. പക്ഷേ ഇതിനൊന്നും ആഘാതം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ വരികയാണെങ്കില് നമ്മള് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ എടുക്കുന്ന നമ്മുടെ നടപടികള് ഒരു ദീർഘകാല അടിസ്ഥാനത്തില് ഈ മേഖലയെ സഹായിക്കുന്ന തരത്തിലായിരിക്കണം. പക്ഷേ ഈ കാലഘട്ടത്തില് ആരെയാണോ അത് ബാധിക്കുന്നത് അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ അപകടം നടന്നതിൽ നിന്ന് ഏകദേശം എത്ര വിസ്തൃതിയിൽ ഇതിനൊരു ഇമ്പാക്റ്റ് കടൽ വെള്ളത്തിലും അതുപോലെ മത്സ്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്? അത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി അവിടുന്ന് സോഴ്സ് ചെയ്ത് വന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇമ്പാക്റ്റ് എന്ന് ഇമ്പാക്ട് പറയുന്നത്. അറിയാൻ പറ്റുള്ളൂ. കാരണം എത്ര ഏരിയയിലേക്ക് ഇത് ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്നു. ഒരു തിൻ ലെയർ മാതിരി ഇത് സ്പ്രെഡ് ചെയ്ത് പോവാം. പക്ഷേ ക്വാണ്ടിറ്റിനെ ബേസ് ചെയ്തായിരിക്കും വരണ്ടാവുക. ആ വരുന്ന ക്വാണ്ടിറ്റിയില് ഒരു ഭൂരിഭാഗം ശതമാനവും ബാഷ്പീകരിച്ച് പോവാം. പക്ഷെ അങ്ങനെ ബാഷ്പീകരിച്ച് പോയി കഴിഞ്ഞിട്ട് റിമൈനിങ് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റിയാണ്. വളരെ തുച്ഛമായിട്ടുള്ളൊരു അളവില് മാത്രമാണ് ഈ ഓയിൽ സ്പില്ലൊക്കെ ഈ ഭാഗത്തേക്ക് നടക്കാൻ സാധ്യതയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇതിന്റെ ഒരു ഒബ്സർവേഷൻ പീരീഡ് ശരിക്കും എങ്ങനെയാണ്? അതായത് എങ്ങനെയാണ് ഇതിന്റെ നിരീക്ഷണങ്ങൾ വരുന്നത് എന്നുള്ളത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിംഗും ഒബ്സർവേഷനും ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാല് നമുക്കിതിന്റെ സിഗ്നൽസ് ഇപ്പം നമ്മൾ ഇനീഷ്യലി പോയി നോക്കുമ്പോൾ ഇപ്പം ഇനീഷ്യലി ഇത് വരുന്ന തീരപ്രദേശത്തേക്ക് വരുന്ന ക്വാണ്ടിറ്റി വളരെ കുറവാണെങ്കിലും അതിന് പ്രത്യേകിച്ചൊരു ഹാനികരമായിട്ടുള്ള ഒരു ഇഫക്ട്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിനുവേണ്ടി ശാസ്ത്രീയമായിട്ട് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണെങ്കിലും ലോങ് ടേമില് ഇതിന് ഇമ്പാക്ട്സ് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നമ്മള് അങ്ങനെ അധികം ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നമ്മള് ആദ്യം ആഴ്ചകളിലും പിന്നെ മാസങ്ങളിലും റുട്ടീനായിട്ട് അല്ലെങ്കിൽ സീസൺസിലും നമ്മള് ഇതിന്റെ അനാലിസിസ് നടത്തും. അതായത് ഈ അപകടത്തിന് ശേഷം ഒരു ആഴ്ചകളിലും പിന്നീട് മാസങ്ങളിലും ഇതിന്റെ ഒരു ഒബ്സർവേഷൻ പീരീഡ് എന്ന് പറഞ്ഞല്ലോ. ഉം. അപ്പൊ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഇതിന്റെ ഈ ഒബ്സർവേഷൻ സ്റ്റൈൽ എന്നുള്ളതും ഇതിന്റെ സാമ്പിൾ ശേഖരിക്കുന്ന രീതി എങ്ങനെയാണ്? ഇതിന്റെ പരിശോധന നടത്തുന്നത് ഏത് ഭാഗത്താണ് എന്നുള്ള കാര്യങ്ങൾ? നമ്മള് ഇതിന് പോകുമ്പോൾ നമ്മള് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഈ വർക്ക് ചെയ്യുന്നുണ്ടാവുക.
നമുക്കിതിന്റെ പ്രധാനമായിട്ടും ഇതിന്റെ രാസഘടനയാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. നമ്മള് സർഫസ് വാട്ടേഴ്സ്ന്ന് സാമ്പിൾസ് എടുക്കും. കോളം വാട്ടേഴ്സ്ന്ന് കുറച്ചും കൂടി മാറിയിട്ട് കോളം വാട്ടേഴ്സ്ന്ന് സാമ്പിൾസ് എടുക്കും. ഡീപ്പർ വാട്ടേഴ്സ് അങ്ങനെ സർഫസ്, മിഡ് വാട്ടർ, ഡീപ്പർ വാട്ടർ അങ്ങനെ 3 സൈഡിൽ നിന്ന് ഇതിന്റെ സാമ്പിൾസ് എടുക്കും. കുറച്ച് സെഡിമെന്റ് സാമ്പിൾസ് എടുക്കും. അപ്പോൾ സെഡിമെന്റ് സാമ്പിൾസ് ഉണ്ടെങ്കില് അടിത്തട്ടിലേക്ക് ഇതിന് വ്യാപനം വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ഇനി നമ്മള് ആ ഭാഗത്തു നിന്ന് കിട്ടുന്ന ബാക്കി ഓർഗാനിസംസ്, ബാക്കി കാര്യങ്ങളൊക്കെ. ഇപ്പൊ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഫ്രോത്ത് ഫോർമേഷൻ ഒക്കെ കാണാൻ സാധിക്കും. ആ ഫ്രോത്ത് ഫോർമേഷൻ സീ സ്റ്റേറ്റ് മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ചില ഭാഗങ്ങളില് പ്രകൃതിയ ഫ്രോത്ത് ഫോർമേഷൻസ് ഉണ്ടാവും. അപ്പൊ പ്രകൃതിയാൽ ഉണ്ടാവുന്ന ഫ്രോത്തും ചില മാലിന്യങ്ങൾ കലരുന്നത് കൊണ്ടുണ്ടാവുന്ന ഫ്രോത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആ 2 ഫ്രോത്തുകളും നമുക്ക് ആ ഫ്രോത്ത് അനലൈസ് ചെയ്യുമ്പോൾ പ്രകൃതിയിലുള്ള ഫ്രോത്ത് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പ്രകൃതിയിലല്ല ഫ്രോത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്തരം ഫ്രോത്തുകൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ ചില ഉം. ഭാഗത്ത് കടലിൽ പതയുണ്ടാവും. പതയുണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും മാലിന്യം കാരണമാണ്. ചിലപ്പം ചില പ്രത്യേക ജീവി വിഭാഗങ്ങളുടെ പ്രസൻസ് കാരണം ആ ഫ്രോത്തുകൾ ഉണ്ടാവാം. അപ്പം അത് പ്രകൃതിയിലുണ്ടെന്ന പതയാണോ അതോ എന്തെങ്കിലും മാലിന്യങ്ങൾ കലർന്നുകൊണ്ട് വരുന്ന പതയാണോ എന്ന് കൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പം അതിന് കണക്കാക്കിയിട്ട് നമ്മൾ അത്തരം സാമ്പിൾസും കളക്ട് ചെയ്യും. ഇത് ഇപ്പം ആദ്യത്തെ ദിവസം ചെയ്തു, രണ്ടാമത്തെ ദിവസം ചെയ്തു. ഇപ്പൊ നമ്മുടെ ദിവസം പ്രതിയാണ് ഇപ്പം ഈ സാമ്പിളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനീഷ്യലി സാമ്പിളിംഗ് നടത്തി കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഘടനയിലല്ല, രാസഘടനയിലല്ല കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കൂടുതലായിട്ട് സാമ്പിളിംഗ് നടത്തേണ്ടിയിരിക്കുന്നു. ഇനി രാസഘടനയിൽ വലിയൊരു വ്യതിയാനമില്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് നമ്മൾ പറയാം. ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ. അങ്ങനെ ഒരു വ്യത്യാസം കാണുകയാണെങ്കിൽ നമ്മള് കൂടുതൽ സാമ്പിളിംഗ് നടത്തേണ്ടിയിരിക്കുന്നു. സിഗ്നിഫിക്കന്റ് ഉള്ള ഒരു വേരിയേഷൻ ഇല്ലെങ്കിൽ നമ്മള് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇനി സാമ്പിളിംഗ് നടത്തേണ്ട കാര്യമില്ല. നമ്മുടെ അടുത്ത റെഗുലർ സാമ്പിളിംഗ് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കടലിൽ സാമ്പിളിംഗ് നടത്തുന്ന പരിപാടിയുണ്ട്. അടുത്ത റെഗുലർ സാമ്പിളിംഗിലും ഇതിന്റെ എന്തെങ്കിലും സിഗ്നൽസ് ഉണ്ടെന്ന് നോക്കും. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഈ കാര്യത്തിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കടൽ പ്രക്ഷുബ്ധമായിരുന്നു. പ്രക്ഷുബ്ധമായ കടലിലാണ് കപ്പൽ ഛേദം സംഭവിച്ചത്. അപ്പോ ബിഹേവിയറൽ പാറ്റേൺ അല്ല. നമുക്കിപ്പോ കപ്പൽ ഛേദം നടന്ന പല ഇടങ്ങളിലും വളരെ രസകരമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മത്സ്യങ്ങളുടെ ബിഹേവിയറൽ സ്റ്റഡീസ് നടക്കുമ്പോഴും. ഇനീഷ്യലി ആം, ഒരു പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു ഭയപ്പാടോടെ മാറി നിൽക്കുമല്ലോ. പിന്നെയുള്ള മനുഷ്യനിലുണ്ടാവുന്ന ആകാംക്ഷമാതിരി തന്നെ ഈ കടലിന്റെ അടിത്തൊട്ട് പോയിട്ടുള്ള ഈ വസ്തുക്കള് മത്സ്യത്തിനൊരു റെഫ്യൂജ് ആയിട്ട് മാറും. ആർട്ടിഫിഷ്യൽ റീഫ്സ് ഒക്കെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന മാതിരി തന്നെ പല സ്ഥലങ്ങളിലും ഈ കപ്പൽ ഛേദങ്ങൾ നടന്ന ഏരിയാസ് പിന്നെ ഒരു ഇക്കോളജിക്കൽ സക്സഷനിലേക്ക് പോകും. അവിടെ വന്ന് മറ്റ് ഓർഗാനിസംസ് അറ്റാച്ച് ചെയ്യുക, ബയോ ഫൗളേഴ്സ് ഉണ്ടാവാം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഇതൊരു ടെറിട്ടോറിയൽ ഹാബിറ്റായിട്ട് അവിടെ തന്നെ വസിക്കുന്ന മത്സ്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഒരു മാറ്റങ്ങൾക്ക് ഇത് രൂപപ്പെടും ലോങ് ടേമിൽ. അത് അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ. മാറ്റിക്കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഇത് തീരത്തോട് വളരെ അടുത്ത കിടക്കണമെന്നുണ്ടെങ്കിൽ തീരത്തുണ്ടാകുന്ന കടൽ പ്രവാഹങ്ങള്, കടലിന്റെ ഒഴുക്ക് അതിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഇപ്പോ ചിലപ്പോഴ് തീരത്തോട് അടുത്ത് വരുന്ന ഇത്തരം കപ്പലുകള് തീരത്തോട് ചേർന്ന് നിൽക്കുമ്പോഴ് ചില ഭാഗങ്ങളില് അതിന്റെ മണ്ണിടിപ്പുണ്ടാവാം, മണ്ണൊലിപ്പുണ്ടാവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ അത്രയും തീരത്തോട് ചേർന്നല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ആഴത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടത് അവിടെ തന്നെ കിടക്കുകയാണെങ്കില് അതിൽ നിന്നും മറ്റു മാലിന്യങ്ങൾ വരുന്നില്ലെങ്കില് അതൊരു ആർട്ടിഫിഷ്യൽ റീഫ് പോലെ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പല കപ്പൽ ഛേദങ്ങളെ കുറിച്ചുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഡോക്യുമെന്ററീസ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ശ്രീലങ്കയില് അങ്ങനെ ബസ്സുകള് ആർട്ടിഫിഷ്യൽ റീഫ്സ് ആയിട്ട് ഇറക്കാനുള്ള ശ്രമങ്ങളൊക്കെ ശ്രീലങ്ക നടത്തിയിരുന്നു. പക്ഷെ നമ്മള് എല്ലായിടത്തും അങ്ങനെ നടക്കണമെന്നില്ല. നമ്മള് കടലൊരു ഡംപിംഗ് യാർഡാക്കി മാറ്റാൻ പറ്റില്ല. ഇത് സംഭവിക്കണമെങ്കിൽ നമുക്ക് ഡിപ്ലോയബിൾ ആയിട്ടുള്ള സോൺസിലാണോ ഇത് സംഭവിക്കുന്നതെന്ന് അറിയണം. അങ്ങനെയുള്ള ഒരു സോണല്ല. ആ സോൺ എന്തെങ്കിലും നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് എന്തായാലും ഇതൊരു കപ്പൽച്ചാലാണ്. ആ കപ്പൽച്ചാലിൽ ഈ കപ്പൽ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ കപ്പൽച്ചാലിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവിടുന്ന് മാറ്റിയേ പറ്റൂ. മാറ്റേണ്ടി വരും. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ ഇല്ലെങ്കില് നമുക്കത് അതവിടെ കിടന്ന ഒരു ആർട്ടിഫിഷ്യൽ റീഫ് ആക്കാം. പക്ഷേ അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാറ്റണം. ഇനി അതിലുള്ള കണ്ടെയ്നേഴ്സ്, ആ കണ്ടെയ്നേഴ്സിൽ ഇനിയും രാസമാലിന്യങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതും റിട്രീവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അത് വീണ്ടും കടലിന് പ്രശ്നം ഉണ്ടാക്കിയേക്കാമല്ലോ. ഓക്കെ. ഇതോടൊപ്പം തന്നെ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് പ്രധാനമായും ഏത് വിഭാഗം മത്സ്യങ്ങൾക്കാണ് ഇതിന്റെ ഇമ്പാക്റ്റ് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്? ചെറിയ മീനുകൾക്കാണോ അതല്ല വലിയ മീനുകൾക്കാണോ എന്നുള്ളത്? തീർച്ചയായിട്ടും ചെറിയ മീനുകൾക്കാണ്. ഉപരിതലത്തിനോട് അടുത്ത് വസിക്കുന്ന കൊച്ചു മീനുകൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ചാള കാറ്റഗറിയിൽ വരുന്ന മീനാണ്. ചാള മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമായതുകൊണ്ട് ഉപരിതല വിഭാഗത്തിൽ വരുന്ന സ്മോൾ പെലാജിക് വിഭാഗത്തിൽ പെടുന്ന മത്സ്യമാണ് ചാള. അതുപോലുള്ള മത്സ്യങ്ങൾക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. കേരളത്തിൽ ഇപ്പൊ വിഴിഞ്ഞം പോർട്ട് കൂടെ യാഥാർത്ഥ്യമായതോടെ ഉം. കപ്പൽ ചാലില് കൂടുതൽ ഗതാഗത സംവിധാനങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ ആവർത്തിച്ചുള്ള കപ്പൽ സഞ്ചാരം ഏതെങ്കിലും നിരക്ക് നമ്മുടെ ഒരു മറൈൻ ഇക്കോസിസ്റ്റത്തെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത്? പുതിയൊരു പോർട്ട് വരുന്നു. അപ്പൊ വിഴിഞ്ഞം പോർട്ട് വരുന്നു എന്നുള്ള കേസില്. അപ്പം ഒരു പോർട്ട് വരുമ്പോഴ് കടലില് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ആ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ വരുന്നത് കൊണ്ട്
ആ മേഖലയ്ക്ക് എന്ത് പ്രശ്നമുണ്ടാകുന്നു എന്ന് പഠിക്കണം. അത് പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. പരിസ്ഥിതിക്ക് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് കൊണ്ട് എന്തുമാത്രം ആഘാതം ഉണ്ടാകും എന്ന് പഠിക്കുന്നു. അങ്ങനെ ഒരു ആഘാതം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിഗ്നിഫിക്കന്റ് ലെവലിൽ മരീൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം പദ്ധതികളായിട്ട് മുന്നോട്ട് പോകില്ല. പക്ഷേ ആ പദ്ധതി വരുന്നു, അതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചൊരു പ്രദേശങ്ങളിൽ മാത്രം അതിന്റെ ഒരു പരിസ്ഥിതി ആഘാതം ഉണ്ടാകും. അത് കാര്യമായിട്ട് സമുദ്രത്തിലെ ഫ്ലോറയ്ക്കും ഫോണയ്ക്കും വ്യത്യാസം ഉണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക്, അവിടെ ഒരു ഫിഷർമെൻ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നു. ആ ലെവലിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റും കമ്മ്യൂണിറ്റി ആ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന് നമ്മൾ പഠിക്കാനായിട്ട്. ഇനി ഈ പോർട്ടോട് വരുമ്പോൾ കൂടുതൽ കപ്പലുമായി ബന്ധപ്പെട്ട് ട്രാഫിക് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ട്രാഫിക് കൂടിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ്? ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും ഈ കപ്പലുകൾ കൂടുതൽ സഞ്ചരിച്ചുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണെന്നാണ്. അല്ല. ആദ്യത്തെ പ്രശ്നം ബെല്ലാസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന പ്രശ്നമാണ്. കപ്പലുകളുടെ ഭാരം കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് കപ്പലിലേക്ക് വെള്ളം പമ്പ് കയറ്റുകയും ആ വെള്ളം പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഈ ബെല്ലാസ്റ്റ് വാട്ടർ ചിലപ്പം മറ്റൊരു രാജ്യത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളത്തിൽ ആ രാജ്യത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാവാം. എന്നിട്ട് ഈ ബെല്ലാസ്റ്റ് വാട്ടർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒഴിവാക്കുമ്പോൾ അതിൽ നിന്ന് പക്ഷെ അതിനുവേണ്ടി ബെല്ലാസ്റ്റ് വാട്ടറുകളിൽ കൂടെ ഇത്തരം ജീവജാലങ്ങൾ മറ്റ് കടലുകളിലേക്ക് വ്യാപിക്കുന്നത് തടയാനായിട്ട് ഒത്തിരി പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. ആ പ്രോട്ടോക്കോളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കടലുകളിലും ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ബയോ ഫൗളിംഗ് വളരെ ഈ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ ഈ പറ്റിപ്പിടിച്ച് വളരുന്ന ആംഫിട്രൈറ്റ് ബാർണക്കൾ എന്നുള്ള വിഭാഗത്തിൽ പെടുന്ന ജീവികളൊക്കെ ഇത്തരം ബെല്ലാസ്റ്റ് വാട്ടറുകളുടെ സാന്നിധ്യത്തിലൂടെ ഇവിടെ വന്ന് പെടുന്നതാണ് പലപ്പോഴും. ഇനി നമുക്ക് നമ്മുടെ കടലിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലൊക്കെ മൈറ്റിലസ്ട്രിഗേറ്റ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം മൊളസ്കൻസ് കണ്ടമാനം വന്നിട്ടുണ്ട്. അപ്പം ഈ വിഭാഗം മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതൊരു ചെറിയ തോതിലൊക്കെ അതിന്റെ മാംസത്തിന് വേണ്ടി അത് പിടിക്കുന്ന ഒരു പ്രവണതയിലേക്ക് മാറിയെന്നുണ്ടെങ്കിലും മറ്റ് വിഭാഗങ്ങളിൽ അത്ര രുചി ഇതിനില്ലാത്തത് കൊണ്ട് അതിനുള്ളൊരു സാന്നിധ്യവും ഇല്ല. പക്ഷെ ഇത് മറ്റു വിഭാഗങ്ങളെ റീപ്ലേസ് ചെയ്യുന്നു. ഇത്തരം മറ്റ് ഇൻവേസീവ് ഓർഗാനിസംസ്, നമ്മളിതിനെ ഇൻവേസീവ്, മറ്റ് മേഖലകളിൽ നിന്ന് ഈ മേഖലകളിലേക്ക് കടന്നു കയറുന്ന ഇൻവേസീവ് ഓർഗാനിസംസ് എന്ന് പറയാം. ഇത്തരം ഓർഗാനിസംസ് ഇവിടെ വരുമ്പോൾ ഇത് നിലവിൽ ആ ആവാസ വ്യവസ്ഥയിൽ പാർക്കുന്ന മറ്റു ജീവികളുമായിട്ട് സ്പേസിന് വേണ്ടി, ഫുഡിന് വേണ്ടി, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യും. കോമ്പീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോഴും നിലവിൽ ഇവിടെ കാണപ്പെടുന്ന ചില സ്പീഷീസുകൾ, ചില ഇനങ്ങൾ അന്യം നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അതേസമയം ഇവ കൂടുതൽ പടർന്ന് പന്തലിച്ചുകൊണ്ട് പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആഫ്രിക്കൻ സ്നെയിൽ, ആഫ്രിക്കൻ മുഷി എന്നുള്ള പേരുകളൊക്കെ നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പം ഈ ആഫ്രിക്കൻ ഒച്ചു വന്നതുകൊണ്ട് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത്തരം ഇൻവേസീവ് പ്രശ്നങ്ങൾ കടലിന്റെ മേഖലയിൽ നടക്കുന്നുണ്ട്. എല്ലാ കടലിലും ഒരുപോലെയല്ല ജീവികൾ. ആ ജീവികൾ ഒരു തരത്തിൽ ആവാസ വ്യവസ്ഥയ്ക്ക് കണക്കാക്കിയിട്ട് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്നൊരു പ്രത്യേക ജീവി ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് പടർന്ന് പന്തലിക്കുമ്പോൾ ആ ആവാസ വ്യവസ്ഥയിൽ ചിലപ്പോൾ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ആ ആവാസ വ്യവസ്ഥയുടെ സ്ട്രക്ചറിനെയും ഫംഗ്ഷനെയും കാര്യമായിട്ട് ബാധിക്കും. ചിലയിടങ്ങളിൽ ചിലതരം രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം കാരിയർ പുതിയ ആയിട്ടുള്ള മത്സ്യങ്ങളെ നമ്മുടെ തീരത്ത് കണ്ടെത്തുന്നുണ്ടല്ലേ? അത്തരം വ്യത്യാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ മുമ്പൊരിക്കല് ഒരു ഇന്റർവ്യൂവിൽ സൂചിപ്പിച്ചിരുന്നു ജെല്ലി ഫിഷുകളുടെ സാന്നിധ്യം. ബോക്സ് ജെല്ലി ഫിഷുകൾ നമുക്ക് ഇവിടെ അധികം കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പം ബോക്സ് ജെല്ലി ഫിഷസ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ പ്രാവശ്യം വിഴിഞ്ഞത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഈ ജെല്ലി ഫിഷിന്റെ അതെ. മൂലമൊരു മോർട്ടാലിറ്റി കർണാടകയിലും അങ്ങനെ ഒരു ഇൻസിഡൻസ് ഉണ്ടായി. അപ്പം ഈ സ്ട്രക്ചറും ഫംഗ്ഷനും ചേഞ്ച് ചെയ്ത് വരാനായിട്ട് ഇതും ഒരു കാരണമാണ്. ഇത്തരത്തില്. ഇനി ഈ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം അക്വേറിയത്തിൽ പലപ്പോഴും കാണപ്പെടുന്ന ചിറോയ്സ് റൈസ്, സ്കോർപിയോൺ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ലയൺ ഫിഷ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ ചില കരീബിയൻ, ജമൈക്കൻ ദ്വീപുകളിൽ അതിന്റെ സാന്നിധ്യം അധികമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്നത് പിന്നെ ആ കാലാവസ്ഥ അതിന് അനുയോജ്യമായതുകൊണ്ട് അത് വളരെയധികം അവിടെ പടർന്ന് പന്തലിച്ചു. ഇനി അതിനെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇത് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവിടെ പിടിക്കാനോ ഒരു അക്വേറിയം അലങ്കാരം മത്സ്യം എന്നുള്ള ലെവൽ ഉപയോഗിക്കാനുള്ള ഒരു വിപണന സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിഷുകളൊക്കെ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. കാര്യം ഇതിന്റെ ഒരു ഡെഡിക്കേറ്റഡ് ഫിഷറി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനെ കുറയ്ക്കണം. കുറയ്ക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അവിടെയുള്ള ജനസമൂഹത്തിനെ പ്രേരിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ കപ്പൽ ബെല്ലാസ്റ്റ് വാട്ടറുകളുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാം. ഈ ബെല്ലാസ്റ്റ് വാട്ടറുകളിലൂടെ വരുന്ന മറ്റു ജീവികൾ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ചിലപ്പോൾ വെല്ലുവിളിയായിട്ട് മാറിയേക്കാം. നമ്മുടെ ഇവിടെ കാണുന്ന പല പരിസ്ഥിതി വെല്ലുവിളികളും ഇത്തരത്തില് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കാണുന്ന കടൽ ഇവിടെ പൊന്തി കിടക്കുന്ന ഐക്കോർണിയ ക്രാസിപ്പസ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ പച്ചക്കടലിൽ കാണുന്ന പരവതാനി വിരിച്ചു മാരി കിടക്കുന്ന
ആ സസ്യം നമ്മുടെ തനത് സസ്യമല്ല. ഇത് ഇവിടെ പടർന്ന് പന്തലിച്ചൊരു സസ്യമാണ്. ഇനിയിപ്പം കുളവാഴ എങ്ങനെ എങ്ങനെ ഇവിടുന്ന് മാറ്റിയെടുക്കണമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരം കാര്യങ്ങളും പറഞ്ഞുവെന്നുണ്ടെങ്കിലും ഇത് ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഇപ്പൊ മഹാരാഷ്ട്രയിലെ പൊവായി ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുടെ തൊട്ട് പിന്നിലുള്ള ഒരു വലിയ ഏരിയ ആയിരുന്നു. ആ പൊവായി ലേക്ക് വളരെ പ്രസിദ്ധമായിരുന്നു. പല കാര്യങ്ങൾക്കും ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലേക്കായിരുന്നു. ഇന്ന് ആ ലേക്ക് മിക്കവാറും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ വെമ്പനാട് കായലിന്റെയും അവസ്ഥ. ഭൂരിഭാഗം സ്ഥലങ്ങളിലും കുറെയൊക്കെ നമുക്ക് സിൽറ്റേഷനെ പറയാം. പക്ഷേ ഒരു ലേക്കിന്റെ ഒരു ഡൈയിങ് സ്റ്റേജ് ആണിത്. കണ്ടമാനം ഇങ്ങനെ കുളവാഴയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലേക്ക് താരതമ്യേന ആഴം കുറഞ്ഞ് നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ ഒരു എവല്യൂഷണറി പാത്താണത്. അപ്പൊ മാക്സിമം ഇതിനെ ഒഴിവാക്കാം. പക്ഷെ നമുക്ക് മിക്കവാറും ഉപ്പുവെള്ളം വരുമ്പോൾ ഇത് കുറെ കരിഞ്ഞു പോകുന്നു. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴും കായൽ പ്രദേശങ്ങളിൽ കണ്ടമാനം പ്രശ്നങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതും ഒരു പ്രശ്നമാണ്.